രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റായിരുന്നു. സോഷ്യലിസ്റ്റുകാർ എന്ന് പറയുന്നത് ഗാന്ധിയുടെ സോഷ്യലിസം പോരാ എന്ന് വിചാരിച്ചവർ, നെഹ്റുവിൻ്റെ സോഷ്യലിസം പോരാ എന്ന് വിചാരിച്ചവരാണ്. നല്ല മനുഷ്യരാണ്. അത് പോരാ, ഇനിയും സോഷ്യലിസ്റ്റ് ആകണം. രാം മനോഹർ ലോഹ്യ എന്ന് പറയുന്നയാൾ, ഞാൻ വീരേന്ദ്രകുമാർ സാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം രസകരമായ ഒരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായ ഒരു കഥ. ഞാൻ ഇപ്പോഴും അത് ഓർത്തു വയ്ക്കുന്ന ഒരു കഥയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് തീരുമാനം എടുത്താലും ഇപ്പോഴത്തെ കാലത്തൊന്നും പോലെയല്ല. എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും കത്തെഴുതും, എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതും. അദ്ദേഹം മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തുകൾ മുഴുവൻ ഞാൻ വായിച്ചിട്ടുള്ള ഒരാളാണ്. ഭയങ്കര രസകരമാണ്. പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുമ്പോൾ എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. ഇവർ വലിയ കൂട്ടുകാരായിരുന്നു ചെറുപ്പത്തിൽ. സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തു. ആർക്ക് കത്ത് കൊടുത്തു? രാം മനോഹർ ലോഹ്യയ്ക്ക് കൂടി ഒരു കത്തയച്ചു. അപ്പോൾ രാം മനോഹർ ലോഹ്യ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കത്ത് എഴുതിയത്. രാം മനോഹർ ലോഹ്യയുടെ കത്തിൻ്റെ രസകരമായ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം കത്തയച്ചപ്പോൾ ഡിയർ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് എഴുതിയത്. എന്നിട്ട് ഔട്ട്റൈറ്റ് ആയിട്ട് ഇത് റിജക്ട് ചെയ്ത് ഈ പ്രപ്പോസൽ ഇത് പോരാ, ഇത് ശരിയല്ല, ഇതിൽ ഒരുപാട് കറക്ഷൻസ് വരുത്തണം, മറ്റാണെന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. ഭയങ്കരമായിട്ടൊരു കത്ത് വിമർശിച്ചുകൊണ്ട് ഇത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടേത്. അപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു മറുപടി ഉണ്ട്, ഭയങ്കര രസകരമായ മറുപടി. ഡിയർ ലോഹ്യാജി, റിജക്ഷൻ ഓഫ് മൈ പ്രപ്പോസൽസ് ഹാസ് നോട്ട് പെയിൻ മീ, ബട്ട് ഇറ്റ് പെയിൻ മീ എ ലോട്ട് that you called me dear prime minister. I am your old Jawahar. എൻ്റെ പ്രപ്പോസൽസ്, എൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ നിരസിച്ചതല്ല എന്നെ വേദനിപ്പിച്ചത്. നിങ്ങൾ എന്നെ പ്രിയ പ്രധാനമന്ത്രി എന്ന് വിളിച്ച് എന്നെ അഭിസംബോധന ചെയ്തതാണ് എന്നെ വേദനിപ്പിച്ചത്. ഞാൻ നിന്റെ പഴയ ജവഹറാടാ എന്നാണ് ആ മറുപടി. സത്യം പറഞ്ഞാൽ നമ്മൾ കോരിത്തെരിച്ചു പോകും പ്രതിപക്ഷ ബഹുമാനത്തെക്കുറിച്ച്, സ്നേഹബന്ധങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ എന്നെ മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്ന പറയുമ്പോൾ സതീഷ് എന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ സയ്യനോട് പറഞ്ഞു. ഇത് മനസ്സിൽ കിടക്കുകയാണ്. ഇതൊരു മനോഹരമായ വാചകമാണ്. അദ്ദേഹത്തിന് അത് വളരെ വികാരഭരിതനായിട്ടാണ്. നെഹ്റുവിൻ്റെ വിമർശകനാണ്, പക്ഷെ വളരെ വികാരഭരിതനാണ് വീരേന്ദ്രകുമാർ സാറ്. ഈ ലോഹ്യാജിക്ക് നെഹ്റു 2 രാത്രി ലോഹ്യാജി വിളിച്ച് നെഹ്റുവിനോട് സോറി പറഞ്ഞു. ഞാൻ അങ്ങനെ ഒഫീഷ്യലായിട്ട് എഴുതിപ്പോയതാണ്, ഇയാൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഐ ആം യുവർ ഓൾഡ് ജവഹർ. അല്ലേ, എന്നെ പ്രധാനമന്ത്രി എന്ന് അഭിസംബോധന ചെയ്താണ് എനിക്ക് വിഷമമുണ്ടാക്കിയത്. എത്ര തിളക്കമാർന്ന സ്നേഹബന്ധം. പ്രതിപക്ഷത്തിരുന്ന് വിമർശിക്കുന്ന ഒരാളോട് എത്ര വലിയ മനസ്സുണ്ടാകണം അതിന്. നമ്മളൊക്കെ അവിടെ എത്താൻ, അവിടെ യാത്ര ചെയ്ത് അവിടെ എത്താൻ, ആ മനസ്സൊരുക്കത്തിൽ എത്താൻ ഇനി എത്ര നാൾ യാത്ര ചെയ്യണം? ഞാൻ എപ്പോഴും ആലോചിക്കും. സത്യത്തിൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തപ്പോഴും ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ ലോഹ്യാജിക്ക് അയച്ച കത്തിനെ കുറിച്ച് വീരേന്ദ്രകുമാർ സാറ് പറഞ്ഞത് ഞാൻ അന്ന് ഓർത്തു. അങ്ങനെ ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാവരോടും അങ്ങനെ സ്നേഹപൂർണ്ണമായി പെരുമാറാൻ കഴിയട്ടെ എന്ന്. വായനയിലൂടെ, അറിവുള്ളവരുമായി നമ്മൾ സംവദിക്കുന്നതിലൂടെ എത്രയോ പുതിയ കാര്യങ്ങൾ, എത്രയോ വലിയ കാര്യങ്ങൾ, നമ്മൾ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക്, നമ്മൾ എത്ര ചെറുതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക്, ഈ ലോകത്തുള്ള അറിവിൻ്റെ ഒരു അറ്റത്ത് മാത്രം പോലും നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ള തോന്നൽ, അത് നമ്മളെ ചെറുതാക്കുകയും നമ്മളെ വിനീതരാക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് എഴുതിയത് അദ്ദേഹം, അല്ലേ? സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച്, ഏകശാസനാധികാരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മനോഹരമായി. എന്നുവെച്ചാൽ ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ച് വളരെ രസകരമായി അദ്ദേഹം അതിനെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹൈമവത ഭൂവിൽ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായ ആ പുസ്തകം, അദ്ദേഹം തന്നെ ക്ഷണിച്ചിട്ട് ഒരിക്കൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആ പുസ്തകത്തിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ വന്നന്ന് MLA ആയിരുന്നപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി ഒരിക്കൽ സംസാരിച്ചപ്പോൾ മുഴുവൻ ടോക്ക് വിവേകാനന്ദനെ പറ്റിയാണ്, സ്വാമി വിവേകാനന്ദനെ പറ്റിയായിരുന്നു ടോക്ക്. എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഞാനും കുറേ സംസാരിച്ചു വിവേകാനന്ദനെ കുറിച്ച്. എനിക്കുള്ളതിൻ്റെ 10 ഇരട്ടി അറിവ് അദ്ദേഹത്തിനുണ്ട്. വിവേകാനന്ദ സ്വാമി വളരെ രസകരമായ വിവേകാനന്ദൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം പറഞ്ഞു. അതിനുശേഷമാണ് P. പരമേശ്വരൻ്റെ ഒരു പുസ്തകം തൃശ്ശൂരിൽ പ്രസാദനം ചെയ്യാൻ വേണ്ടിയിട്ട് വീരേന്ദ്രകുമാർ സാർ എൻ്റെ പേരന്ന് സജസ്റ്റ് ചെയ്ത്. ഞാൻ സാധാരണ MLA മാത്രമാണ്. ഞാനത് പോയി.
പിന്നീട് അത് വലിയ വിവാദമായി. പി പരമേശ്വരൻ്റെ ബുക്ക് ഈ ജോൺ ബ്രിട്ടാസിൻ്റെ പാർട്ടി അത് ഭയങ്കര വിവാദമാക്കി. അതെന്തോ RSSകാരുടെ പരിപാടിയിൽ പോയെന്ന് പറയും. പക്ഷെ എനിക്കൊരു കാര്യം അറിയായിരുന്നു അന്ന്. ഈ പുസ്തകം ആദ്യം തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത VS അച്യുതാനന്ദനാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാ. ഇല്ല, എൻ്റെ കാര്യം കഥ പോയത്. ശരിക്കും സാറാണ് എൻ്റെ ഓർഗനൈസേഷനോട് തമാശ തൃശ്ശൂര് എന്നോട് ആ പരിപാടിക്ക് പോകാൻ പറഞ്ഞത്. അതെ, എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത അദ്ദേഹമാണ്. അപ്പോൾ അവർ വിളിച്ചപ്പോൾ എനിക്കത് വീരേന്ദ്രകുമാർ സാറ് വിളിച്ചിട്ട് വിവേകാനന്ദനെ കുറിച്ച് ഇറങ്ങിയിരിക്കുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ പ്രായത്തിലും ഇപ്പോഴും എനിക്കൊരു വലിയ ഓണറാണ്. ഞാനപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ റെഡി സാറിന് പോയി സംസാരിക്കാൻ കിട്ടിയൊരു അവസരമല്ലേ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹവുമായിട്ട് കുറേ കാലത്തേക്ക് ഒരുപാട് പുസ്തകങ്ങളെ പറ്റി ഏത് സബ്ജക്റ്റ് പറഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്ത പുസ്തകങ്ങളെ പറ്റി പറയും. ഞാനിപ്പോൾ ഓർമ്മയുണ്ട്, എന്നോട് ചോദിച്ചു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ഏതാ? അപ്പം ഞാൻ പറഞ്ഞു ടർക്കിഷ് റൈറ്റർ പാമുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ. അപ്പോൾ പാമുക്കിനെ കുറിച്ചാണ് പിന്നെ ഡിസ്കഷൻ, ഒരു രക്ഷയില്ല. പിന്നെ പാമുക്കിനെ കുറിച്ചാണ് ചർച്ച തുടങ്ങാണ്. പാമുക്കിൻ്റെ ആദ്യത്തെ പുസ്തകം തൊട്ട് ഏറ്റവും അവസാനം ഇറങ്ങിയിരിക്കുന്നത് പുസ്തകത്തെക്കുറിച്ച് വരെ അദ്ദേഹം ചർച്ച ചെയ്യും. എന്നിട്ട് നേരെ മർക്കേസിലേക്ക് പോകും. മർക്കേസിനെ കഴിഞ്ഞിട്ട് അടുത്ത വലിയ റൈറ്ററിലേക്ക് പോകും. ഇങ്ങനെ ലോകത്തിൽ അറിയപ്പെടുന്ന എങ്ങനെയാണ് എന്ന് ഇദ്ദേഹം ഇത്രയും മാത്രം പിന്നെ വായിച്ചു കൂട്ടിയതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. മാത്രമല്ല, ആ വായിച്ചതെല്ലാം അതിലെ കഥാപാത്രങ്ങൾ, അതിലെ മുഹൂർത്തങ്ങൾ, അതിലെ പ്രത്യേകതകൾ, അതിലെ ചില സവിശേഷമായ കാര്യങ്ങൾ അതെല്ലാം ഓർത്ത് വെച്ച് വേറൊരാളോട്, എൻ്റെ പ്രായത്തിലുള്ള അദ്ദേഹവുമായി പ്രായവ്യത്യാസമുള്ള അടുത്ത ജനറേഷനിൽപ്പെട്ട ഒരാളോട് എന്നെ എൻ്റെ ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്യുന്നത് പോലെ പറഞ്ഞു തരാൻ എൻ്റെയും ഏറ്റവും വലിയ സ്വപ്നം അതാണ്. അടുത്ത തലമുറയോട് അവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ പുതിയ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ എന്നെ പ്രാപ്തമാക്കണേ എന്നാണ്. ഞാൻ വീരേന്ദ്രകുമാർ സാറിനേക്കാളും മുമ്പ് ഇങ്ങനെ ഒരാളെ കുറിച്ച് മനസ്സിലാക്കിയത് പനമ്പള്ളി ഗോവിന്ദമേനോനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായി നടന്നിരുന്ന ആളുകളെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഇതുപോലെ തന്നെ പറയും. ഏത് പുസ്തകത്തെക്കുറിച്ചും പറയും. എപ്പോഴും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം പെരുമ്പാവൂരിൽ 1970-കളിൽ ഞാനപ്പോൾ സ്കൂളിൽ പഠിക്കുക 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒരു ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ പ്രസംഗിച്ചത് സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. 56 കൊല്ലം മുമ്പ്. അന്ന് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാലത്താണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ കുട്ടികളോട് ചോദിച്ച് ഏത് സബ്ജക്റ്റ് സംസാരിക്കണമെന്ന്. അപ്പോൾ കുട്ടികൾ വിചാരിച്ചൊന്ന് കളിയാക്കാൻ, രാഷ്ട്രീയക്കാരനല്ലേ, ആറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകും. 1.5 മണിക്കൂർ ആറ്റത്തെക്കുറിച്ച് സംസാരിച്ചു. അവസാനം സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്തു കുട്ടികൾ അദ്ദേഹത്തിന്. കോഴിക്കോട് സാഹിത്യ സമ്മേളനത്തിന്, പ്രസിദ്ധമായ സാഹിത്യ സമ്മേളനത്തിന് വന്നപ്പോൾ അന്നത്തെ സാഹിത്യകാരന്മാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തി പാശ്ചാത്യ സാഹിത്യം മുഴുവൻ ഒഴുകി ഇങ്ങനെ വന്നു. അപ്പം ഞാനിത് അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായിരുന്ന ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്തു പനമ്പള്ളി ഗോവിന്ദമേനോനെ പോലെ ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും സംസാരിക്കാൻ പറ്റുന്ന ഒരാളായി മാറണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നവരും നമ്മൾ പരിചയപ്പെട്ടവരും നമ്മൾ കാണാത്തവരും നമ്മൾ വായിച്ചവരുമായ ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കും, അല്ലേ? ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കും. നിങ്ങൾ വളർന്നു വരുന്ന ഈ തലമുറയെ യഥാർത്ഥത്തിൽ അവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ, അവരെ യഥാർത്ഥ ട്രാക്കിലേക്ക് കൊണ്ടുപോകാവുന്ന രീതിയിൽ അവർ ശ്രദ്ധിക്കണം. അവർ മോശക്കാരൊന്നുമല്ല, അവർ ഭയങ്കര മിടുമിടുക്കന്മാരും മിടുമിടുക്കികളുമാണ്. എനിക്ക് അവരെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് ഉള്ളത്. തീർച്ചയായും അവർക്കും ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, മനുഷ്യത്വമുള്ളവരാക്കി മാറ്റാൻ. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾ പൊളിറ്റിക്കൽ ആകണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡെമോക്രാറ്റിക് ആകണം, നിങ്ങൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആകണം, നിങ്ങൾ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ സങ്കടങ്ങളെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരായിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യരായി നമുക്ക് ഒരുപാട് പേരെ, അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള യത്നം കൂടി നമ്മളുണ്ട്. നമ്മുടെ മുമ്പിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രകാശഗോപുരം പോലെ നിൽക്കുന്ന ഒരാളാണ് ശ്രീ MP വീരേന്ദ്രകുമാർ സാർ എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.